മാനുഷികമായിരിക്കുന്ന പരിമിതികളുണ്ടാകും. അത് സഹിക്കുവാനുള്ള കൃപ പ്രാപിച്ചവരാണ് ദൈവമക്കൾ. All the participants are considering that the word of God is more important than our comfort. നമ്മുടെ സുഖലോലുപതകളെക്കാൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടമാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Of course, I did not eat lunch. ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല. I didn't eat my lunch. പാസ്റ്റർ കഴിച്ചില്ല. For the last 15 years, more than 15 years, I am eating only one meal in the day, night time. കഴിഞ്ഞ 15 വർഷമായിട്ട് പാസ്റ്റർ രഞ്ജിത്ത് ഓഫീർ വൈകുന്നേരം ഒരു സമയത്ത് മാത്രമാണ് ആഹാരം കഴിക്കുന്നത്. So throughout the day I am fasting and praying and only taking one meal in a day. പകൽ മുഴുവൻ പ്രാർത്ഥനയും ഉപവാസവും രാത്രി സമയത്ത് ഒരു നേരത്തെ ആഹാരം മാത്രമാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ കഴിക്കുന്നത്. So these things are not important for us. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സെമിനാറിന്റെ ക്രമീകരണം, അതിൻ്റെ ആഹാരം, അതൊന്നും അല്ല നമ്മുടെ വിഷയം. These are adjustable and they can be changed to better or to worse. അത് നമുക്കതുമായിട്ട് ഒത്തു പോകുവാൻ സാധിക്കും. ചിലപ്പോൾ അത് ഇതിനേക്കാൾ മോശമാകും, ചിലപ്പോൾ നന്നാകാനും സാധ്യതകളുണ്ട്. We can do with food or without food. ഇനിയും നമുക്ക് ആഹാരത്തോടുകൂടിയും ആയിരിക്കാം, ആഹാരമില്ലാതെയും നമുക്കായിരിക്കാമല്ലോ. But we cannot do without the word of God. എന്നാൽ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. We cannot we can improve every other facility. മറ്റുള്ള ഭൗമികമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. But we cannot improve the word of God. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. So I am happy to be with you in the second session. ഈ സെക്കൻഡ് സെഷനിൽ നിങ്ങളോട് കൂടി ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. Now before going into the lesson directly, നേരിട്ട് നമ്മുടെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുൻപ് I was told that you people want to have a question answer session. Yes, ചില ചോദ്യോത്തര പങ്ക്തി നിങ്ങൾക്ക് വേണമെന്ന് ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. I was told that you have certain doubts to be cleared about the morning sermon message. ഒന്നാമത്തെ സെഷനിൽ പ്രസംഗിക്കപ്പെട്ട സന്ദേശത്തിൽ ചില സംശയങ്ങൾ ചിലരൊക്കെ പറയുകയുണ്ടായി. അത് ചോദിക്കുവാനുള്ള സമയം. So feel free to ask your questions, whatever it is. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ടെ, ഇങ്ങനെയുള്ള സെമിനാറുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോകുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ദൈവദാസൻ പറയുന്നത്. After you finish with the questions, then we'll go into the message. നമ്മൾ ചോദ്യങ്ങൾക്ക് അത് തീർന്നതിന് ശേഷം സന്ദേശത്തിലേക്ക് കടക്കുന്നതായിരിക്കും. Now the question answer session begins. Pastor is ready. പാസ്റ്റർ ചോദിക്കുന്നു. ഇങ്ങോട്ട് വരുമോ പാസ്റ്റർ? ഞാനിത് സാധാരണ ഇതിൽ ഉന്നയിക്കില്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഫണ്ടമെൻ്റലി എനിക്ക് ചില സംശയമുള്ളത് കൊണ്ടാണ് ഇത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് നേരത്തെ സെഷനിൽ 3 കാര്യങ്ങളിലാണ് എനിക്ക് സംശയം. ഒന്ന്, യേശുവിന് 2 ജനനമുണ്ട്. നിത്യതയിൽ യേശു ജനിച്ചു. അങ്ങനെയാണെങ്കിൽ യേശു പൂർണ്ണ ദൈവമല്ല, ദൈവത്തെക്കാൾ താഴെയാണ്. പിതാവ് അവനെ ജനിപ്പിച്ചു. അപ്പോൾ യേശു പൂർണ്ണ ദൈവമല്ല. ഇതിനെയാണ് ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പറഞ്ഞിട്ട് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി പറഞ്ഞു. ഓക്കെ. He has certain doubts, in the fundamental things. In the morning session, concerning the morning session, 3 things he has got doubt. One thing, that Jesus had 2 births. One is from the Father, and the other into the world. So that is one doubt. Did he have? Then naturally the question will come: is Jesus a lesser God than the Father God?
That's one question. ഇതിനെയാണ് നീക്കയിലെ 315 പിതാക്കന്മാർ എതിർത്തത്. അറിയൂസ് പറഞ്ഞു യേശു സൃഷ്ടിയാണെന്ന്. പിതാക്കന്മാർ പറഞ്ഞു ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ ദൈവത്തോട് സമത്വമുള്ളവനും. ഇതാണ് എപ്പിസ്കോപ്പസി, ബ്രദറൻ, പെന്തക്കോസ്ത് വിശ്വസിക്കുന്നത്. യേശു സൃഷ്ടിയാണെങ്കിൽ ഇത് തെറ്റാണെന്ന് വരും. ഇതിലേതാണ് ശരി? He is talking about the Nicaea Synodos, where this Arius was arguing that Jesus was created by God, whereas the Episcopal, Pentecostal, Brethren, all these churches believe that Jesus is not a creation of God the Father, but co-equal with the Father. So please clarify his saying. Now, about Jesus. യേശുവിനെ കുറിച്ച് Jesus is co-equal with God the Father. ശ്രദ്ധിച്ചു കേട്ടാണ്, യേശു പിതാവായ ദൈവത്തോട് സമതുല്യനാണ്. Jesus never had a beginning. യേശുവിന് ഒരിക്കലും ഒരു ആരംഭം ഉണ്ടായിരുന്നില്ല. We believe in the Holy Trinity of God. Holy Trinity, Tritva. പരിശുദ്ധ ത്രിത്വത്തിൽ യേശു ഉണ്ട്. The God of the Bible വേദപുസ്തകത്തിലെ ദൈവം is one person in three personalities eternally existing. നിത്യമായി ആയിരിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ ഉള്ള ത്രിത്വമാണ്, ഏകത്വമാണ് വേദപുസ്തകത്തിലെ ദൈവം. Jesus is the born begotten son, not created son. സൃഷ്ടിക്കപ്പെട്ട പുത്രനല്ല യേശു, ഏകജാതനായ പുത്രൻ എന്ന് വേദപുസ്തകം പറയുന്നു. All the angels also are called the sons of God. ദൈവദൂതഗണങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നുണ്ട്. But they are not generic sons, they are not begotten sons. അവരാരും ജാതന്മാരായിരിക്കുന്ന പുത്രന്മാരല്ല. The Bible calls Jesus the only begotten son. യേശുവിനെ വേദപുസ്തകം ഏകജാതനായ പുത്രൻ എന്ന് വിളിക്കുന്നു. See, even Adam is called the son of God. ആദാമിനെയും ദൈവത്തിന്റെ പുത്രൻ എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. In Luke's genealogy, ലൂക്കോസിന്റെ പാരമ്പര്യ ചരിത്രത്തിൽ and Adam was the son of God, Luke concludes. ആദാമിനെ കുറിച്ച് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആദാം ദൈവത്തിന്റെ പുത്രൻ എന്നാണ് വംശാവലി. But Adam is a created being. അപ്പോൾ തന്നെ നമുക്കറിയാം ആദാം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണെന്ന്. He had a beginning. തനിക്ക് ഒരു ആരംഭമുണ്ടായിരുന്നു. And all the angels had a beginning. ദൂതന്മാർക്കെല്ലാം ഒരു ആരംഭമുണ്ടായിരുന്നു. But there was a time when angel Gabriel did not exist. ഗബ്രിയേൽ എന്ന ദൂതൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. There was a time when cherubim and seraphim did not exist. കെരൂബുകളും സെറാഫുകളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. But there is no time when Jesus did not exist. ശ്രദ്ധിക്കുക, എന്നാൽ യേശു ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു. So be comfortable. I am not saying that Jesus is a created being. അതുകൊണ്ട് സ്വസ്ഥമായിരിക്കുക, യേശു സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Jehovah Witnesses say that. അത് പറയുന്ന കൂട്ടത്തിന്റെ പേരാണ് യഹോവ സാക്ഷികൾ. They say angel Michael only became Jesus, so is a created being. അവർ പറയുന്നു മിഖായേൽ ദൂതനാണ് യേശു ക്രിസ്തുവായി വന്നത്, സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നൊക്കെ. Jehovah Witnesses claim that Jesus was a son of God but not God. യഹോവ സാക്ഷികൾ പറയുന്നത് യേശു ദൈവത്തിന്റെ മകനാണ്, പക്ഷെ ദൈവമല്ല എന്നാണ്. But it is our faith that Jesus was the son of God and also God. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു യേശു ദൈവപുത്രനാണ്, അപ്പോൾ തന്നെ യേശു ദൈവമാണ്. In all the attributes, God and Jesus, the son of God, are co-equal. ദൈവികമായ ദൈവത്വത്തിന്റെ സകല സവിശേഷതകളിലും പിതാവായ ദൈവവും യേശുവും സമതുല്യരാണ്. But the Bible also says അപ്പോൾ തന്നെ വേദപുസ്തകം ഇങ്ങനെയും പറയുന്നു, that God the Father begot the Son. പിതാവായ ദൈവം പുത്രനെ
ഉൽപ്പാദിപ്പിച്ചു. You know, വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ give birth. ജനിപ്പിച്ചു എന്ന് തന്നെ പറയുന്നു. Janmanicha, not created but begot. സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല, ജനിപ്പിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. All of you know the Bible. നിങ്ങൾക്ക് എല്ലാവർക്കും വേദപുസ്തകം അറിയാം. I mentioned about 2nd Psalm. രണ്ടാമത്തെ സങ്കീർത്തനത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 7th verse. 7ാമത്തെ വാക്യം. You are my son, today have I begotten you. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. Ultimately again we are going to conclude that Jesus is eternal only. ആത്യന്തികമായിട്ട് നമ്മൾ പര്യവസാനിപ്പിക്കേണ്ടുന്ന സത്യം യേശുക്രിസ്തു നിത്യനാണ്. After showing all the references, I am not going to say that Jesus had a beginning. No, not like that. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം യേശുവിന് ഒരു ആരംഭം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വന്നവനല്ല ഞാൻ. We are trying to understand how Jesus is eternal even when he is the Son of God. യേശു ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ നിത്യനായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അപഗ്രഥിച്ച് ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്നത്. So did you read out that verse, 2nd Psalm 7th verse? രണ്ടാമത്തെ സങ്കീർത്തനം 7ാം വാക്യം. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. And Hebrews 1st chapter, എബ്രായ ലേഖനം 1ാം അധ്യായം 5th verse, 5ാമത്തെ വാക്യം പറയുന്നു, Apostle Paul applies this to our Lord Jesus. അപ്പോസ്തലനായ പൗലോസ് ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് പ്രതിപാദിക്കുന്നു. Read out please. എബ്രായ ലേഖനം 1ാം അധ്യായം. Did the Father say, did God say to any one of his angels, you are my son, today have I begotten you? Did God say this to any other people, any other person in his angels? ദൂതന്മാരോട് ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? This only he said to one person, that is our Lord. ഇത് ഒരു വ്യക്തിയോട് മാത്രം പറഞ്ഞിരിക്കുന്നു, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടാണ്. You are my son, I have begotten you. നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. Today I have begotten you. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. He didn't say this to Michael, Gabriel or any cherub or any seraph. മിഖായേലിനോടോ കെരൂബിനോടോ സെറാഫിനോടോ ഗബ്രിയേലിനോടോ ഈ വാക്യം പറഞ്ഞിട്ടില്ല. But to Jesus he said, you are my son, you are my only begotten son, today I have begotten you. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നു, യേശുവിനോട് പറയുന്നു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. Yet Jesus is eternal without a beginning. അപ്പോൾ തന്നെ യേശു ആരംഭമില്ലാത്ത നിത്യനാണ്. Now I can conclude here and give my conclusion. എന്നിട്ട് ഞാൻ ഇങ്ങനെ പര്യവസാനിപ്പിക്കട്ടെ. But this is a precious occasion, again we may not get this chance. Let us look into some more verses. ഇത് ഒരു നല്ല അവസരമാണ്, നമുക്ക് ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. The book of Proverbs 8th chapter. സദൃശവാക്യങ്ങൾ 8ാം അധ്യായം. There a person called wisdom is speaking out. ജ്ഞാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണ്. You know, wisdom is our Lord Jesus. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് നിങ്ങൾക്കറിയാം. Because 30th verse, 8th. സദൃശവാക്യങ്ങൾ 8ാം അധ്യായം. Proverbs 8:30. 1:3. No. 30. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. So I was the main architect, chief architect of all the creation of God. ആരായിരുന്നു ദൈവത്തിന്റെ അല്ലെങ്കിൽ സകലത്തിന്റെയും ശില്പിയായിരുന്നവൻ? And my name is wisdom. എന്റെ പേരത്രേ ജ്ഞാനം. Who is speaking these words? ഈ വാക്യങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? 8th chapter 1st verse. 8ാമത്തെ അധ്യായം 1ാമത്തെ വാക്യം. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? So buddhi or jnanam is speaking out. ബുദ്ധിയും ജ്ഞാനവും അതാരാണ്? I am the main architect of whatever God created. ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെയും ശില്പിയായിരിക്കുന്നവനാണ് ഈ ജ്ഞാനം, ബുദ്ധി. This agrees with John's Gospel 1st chapter. ഇത് യോഹന്നാന്റെ സുവിശേഷം 1ാമത്തെ അധ്യായവുമായിട്ട് ചേർന്നു പോകുന്നു. In the beginning was Word. ആദിയിൽ വചനമുണ്ടായിരുന്നു. And the Word was God. വചനം ദൈവമായിരുന്നു. Anything God created,
ദൈവം ഉണ്ടാക്കിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ He created through this word. ആ ഉണ്ടാക്കിയത് നിർമ്മിക്കപ്പെട്ടത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സകലവും ഇവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു വചനത്തിലൂടെ. Through the word everything was made. വചനത്തിലൂടെ സകലവും സൃഷ്ടിക്കപ്പെട്ടു. Nothing was created without the word. വചനമില്ലാതെ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. Like I do everything with my hand, ഞാൻ എൻ്റെ കരം കൊണ്ട് കൈകൊണ്ട് സകലവും ചെയ്യുന്നത് പോലെ God created everything in the universe with his hand. That hand is Jesus. ആ ദൈവം സൃഷ്ടിച്ച സകലവും തന്റെ കരം കൊണ്ട് സൃഷ്ടിച്ചു. ആ കരമത്രേ യേശു. He was the word of God. അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു. He is the wisdom of God. അവൻ ദൈവത്തിന്റെ ജ്ഞാനമാകുന്നു. He is the hand of God. അവൻ ദൈവത്തിന്റെ ഭുജമാകുന്നു. He is the voice of the Lord. ദൈവത്തിന്റെ സ്വരമാകുന്നു, ശബ്ദമാകുന്നു. He is the visible image of the invisible God. അവൻ ദൃശ്യവും അദൃശ്യവുമായ ദൈവത്തിന്റെ പ്രതിമയാകുന്നു, പ്രതീകമാകുന്നു. But he also tells us, എന്നാൽ അവൻ വീണ്ടും നമ്മോട് പറയുന്നു 26th verse, 26ാമത്തെ വാക്യത്തിൽ, before he created the earth, അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൽ പൊടിയുടെ തുകയെയും, even before he formed the dust of the ground, ഭൂതലത്തിന്റെ പൊടിയുടെ തുകയെയും, I was born. ഞാൻ ഉണ്ടായിരുന്നു. Now I am asking you one thing. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. My birthday is April 5th. എന്റെ ജന്മദിവസം ഏപ്രിൽ 5ആണ്. April 5th is my birthday. ഏപ്രിൽ 5ആണ് എന്റെ ജന്മദിവസം. That means I am born on April 5th. അതിന്റെ അർത്ഥം ഞാൻ ജനിച്ചത് ഏപ്രിൽ 5നാണ്. You tell me a simple answer. നിങ്ങൾ എന്നോട് ഒരു ലളിതമായ ഒരു ഉത്തരം തരൂ. Before April 5th, did I exist or not? ഏപ്രിൽ 5 മുൻപ് ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? On April 4th, ഏപ്രിൽ 4 തീയതി I was existing or not? ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? I was existing in my mother's womb. അമ്മയുടെ ഉദരത്തിൽ. April 3rd, ഏപ്രിൽ 3 9 months I was there as a part of my mother's body. 9 മാസം അമ്മയുടെ ഉദരത്തിന്റെ ഭാഗമായി, ശരീരത്തിന്റെ ഭാഗമായി ഞാൻ ഉണ്ടായിരുന്നു. April 5th is when I came out as a separate individual. ഏപ്രിൽ 5നാണ് ഒരു വ്യത്യസ്ത വ്യക്തി രൂപമായി ഞാൻ പുറത്തു വന്നത്. In the same way, ഇതുപോലെ God has begotten a son. He brought out a portion of himself as a separate individual. ദൈവം തന്നിൽ നിന്ന് തന്നെ ഒരു ഭാഗത്തെ ഒരു വ്യക്തിത്വമായി പുറത്തു കൊണ്ടുവരുന്നു. Because the creation cannot see the creator. സൃഷ്ടിക്ക് സൃഷ്ടാവിനെ കാണുവാൻ സാധിക്കാത്തതുകൊണ്ട്, He is infinitely powerful. അത്ര 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 അതിരുകളില്ലാത്ത സർവശക്തനായ ദൈവമാകൊണ്ട്, Before God began the creation, സൃഷ്ടി ദൈവം ആരംഭിക്കുന്നതിന് മുൻപ് He knew that there will be trillions and trillions of angelic beings. കോടാനുകോടി ദൂതഗണങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. And there will be human beings. മനുഷ്യരുണ്ടാകുമെന്ന് അറിയാമായിരുന്നു. None of them is capable of seeing God. അവർക്കാർക്കും ഈ ദൈവത്തെ കാണുവാൻ, He is infinitely powerful. അത്രത്തോളം സർവശക്തനായ ദൈവമാണ് ഈ ദൈവം. God wanted to create some worlds. ദൈവത്തിന് ചില ഗോളങ്ങളെ സൃഷ്ടിക്കണമായിരുന്നു. But he knew the created beings will be hungry to see God. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജീവികൾ ഈ ദൈവത്തെ കാണുവാൻ കൊതിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. When they try to see God, they are destroyed. When they try to ദൈവത്തെ see അങ്ങനെ God, കാണുമ്പോൾ തന്നെ അവർ നശിച്ചു പോകും. yes, they are destroyed. അവർ നശിച്ചു പോകും. Like a mosquito coming to the fire. എങ്ങനെ ഒരു കൊതുക് തീ കുണ്ടത്തിലേക്ക് വരുന്നത് പോലെ. So before creating, അതുകൊണ്ട് സൃഷ്ടിക്കുന്നതിന് മുൻപ് God wanted to have a mediator between the creation and God himself. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിനും സൃഷ്ടിക്കുമിടയിൽ ഒരു മധ്യസ്ഥനെ ഉണ്ടാക്കുക ആവശ്യമായിരുന്നു. So before he created anything or anybody, ആരെയും എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുൻപ്, before even he created the heaven, സ്വർഗ്ഗങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, God brought out a portion of himself out. തന്നിൽ നിന്നും ഒരു ഭാഗത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നു. How did he bring out? എങ്ങനെ പുറത്തു കൊണ്ടുവന്നു? God opens his mouth, ദൈവം തന്റെ വായെ തുറന്നു, തിരുവായെ തുറന്നു, and his word comes out. അവന്റെ വചനം പുറത്തു വരുന്നു. His wisdom comes out അവന്റെ ജ്ഞാനം പുറത്തു വരുന്നു. and becomes an individual. അത് ഒരു വ്യക്തിത്വമാകുന്നു. Looks exactly like God. അവനെ പോലെ തന്നെ, പിതാവ് ദൈവത്തെ പോലെ തന്നെ കാണപ്പെടുന്ന ഒരുവൻ. Then he said, "You are my son, എന്നിട്ട് അവൻ പറയുന്നു, my only begotten son." എന്റെ ഏകജാതനായ പുത്രൻ. To
today I have begotten you. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. But before begetting, എന്നാൽ ജനിപ്പിക്കുന്നതിന് മുൻപ് he was existing inside God. ദൈവത്തിൽ അവൻ നിത്യമായി ഉണ്ടായിരുന്നു. On April 4th, I was in my mother's body. ഏപ്രിൽ 4-ാം തീയതി ഞാൻ എൻ്റെ അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു. From 5th, the world began to see me as a separate being. 5-ാം തീയതി മുതൽ ലോകം എന്നെ ഒരു വ്യക്തിത്വമായി കാണുവാൻ, വ്യത്യസ്ത വ്യക്തിയായി കാണുവാൻ തുടങ്ങി. So Jesus is God's generic son, God's own son, a part of God. യേശു അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഗം തന്നെയാണ്, ദൈവമാണ്. The birthday of Jesus യേശുവിന്റെ ജന്മദിനം is not the beginning of Jesus. ശ്രദ്ധിക്കുക, അത് യേശുവിന്റെ ആരംഭമല്ല. It's not the beginning. He always existed as a part of God. അവൻ ആരംഭിച്ചതല്ല, അവൻ എന്നും ദൈവമായിരുന്നു, ദൈവത്തിന്റെ ഭാഗമായിരുന്നു. But he came out of God, എന്നാൽ ദൈവത്തിൽ നിന്നും അവൻ വന്നു. so that in future he can be a mediator between the creation and the creator. അതുകൊണ്ട് എന്തിനു വന്നു? ഭാവിയിൽ സൃഷ്ടാവായ ദൈവവും സൃഷ്ടിക്കും ഇടയിൽ ഒരു മധ്യസ്ഥനാകുവാൻ വേണ്ടി. That is the reason അതുകൊണ്ടത്രേ Jesus is the mediator. യേശുക്രിസ്തു മധ്യസ്ഥൻ. But he is not a separate individual. എന്നാൽ വ്യത്യസ്തനായിരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. Look into the epistle of Galatians, ഗലേത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 3rd chapter, 3-ാമത്തെ അധ്യായം 20th verse. 20-ാമത്തെ വാക്യം. Galatians 3:20. ഗലേഷ്യൻസ് 3:20. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. See, mediator is not a mediator to another person, but God is one. മധ്യസ്ഥൻ Mediator is not a mediator. What does it say in Malayalam? ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. That means ഒരുത്തൻ മാത്രമേ ഉള്ളെങ്കിൽ മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ? ഇല്ല. That means there is no need of a mediator if there is only one person. There is only one. Yeah. It says, though Jesus is the mediator, God is one. യേശുക്രിസ്തു മധ്യസ്ഥനായിരിക്കുമ്പോൾ തന്നെ ദൈവം ഏകനാണ്, ഒരുവനാണ്. See, the picture you get is, here is God. Here is God. The picture. ഇതാ ദൈവമാണെന്ന് ചിന്തിക്കുക. You think that here is God. ഇവിടെ ദൈവം നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. And here is man. ഇവിടെ മനുഷ്യൻ നിൽക്കുന്നു. And here is the mediator. ഇവിടെ മധ്യസ്ഥൻ നിൽക്കുന്നു. You get the picture? ചിത്രം ലഭിക്കുന്നുണ്ടോ? There is one God. ഏകനായ ദൈവം. And there is one mediator between man and God. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥൻ. He is the man Christ Jesus. മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. This is what 1 Timothy 2nd chapter 5th verse tells us. 1 തിമോത്തി 2:5 ഇതാണ് നമ്മോട് പറയുന്നത്. You saw that verse in the Bible? നിങ്ങളത് വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ലയോ? 1 Timothy 2:5. 1 തിമോത്തി 2:5. There is one God. ഏകനായ ദൈവം, ഒരു ദൈവം. And there is one mediator between man and God. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. And that mediator is മധ്യസ്ഥൻ Christ Jesus. കർത്താവായ യേശു. Okay, you got that? Yeah. Now this is the picture you have. He is not God, but you imagine this place is, God is here. ദൈവമാണെന്ന് പറഞ്ഞു പറയരുത്. Imagine that God is here. Imagine that God is here. ദൈവം ഇവിടെ നിൽക്കുന്നത് ചിന്തിക്കുക. Imagine the man is here. ഇവിടെ മനുഷ്യൻ നിൽക്കുന്നു. And there is a mediator. ഇവിടെ മധ്യസ്ഥൻ നിൽക്കുന്നു. So you get the idea that God is a different person and mediator is a different person. നമുക്ക് ഉണ്ടാവുന്ന ആശയം ദൈവം വ്യത്യസ്തനായിരിക്കുന്ന ഒരു വ്യക്തിത്വം, മധ്യസ്ഥനും വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള ആശയമാണ്. Galatians 2:20 tells us. 3:20. ഗലാത്യ ലേഖനം 3:20 പറയുന്നു, ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. That means അതിന്റെ അർത്ഥം the God and the mediator make one person. ദൈവവും മധ്യസ്ഥനും കൂടെ ഒറ്റ വ്യക്തിത്വമാണ്. It is not that God is separate and mediator is separate. ദൈവം വ്യത്യസ്തനും മധ്യസ്ഥൻ വ്യത്യസ്തനും എന്നല്ല. No, God and the mediator are one person. ദൈവവും മധ്യസ്ഥനും ഏകൻ. Out of that person this person came out.
ആ വ്യക്തിത്വത്തിൽ നിന്നാണ് ഈ വ്യക്തിത്വം പുറത്തു വന്നത്. Otherwise he cannot die for us. അല്ലെങ്കിൽ തനിക്ക് മരിക്കാൻ സാധിക്കുകയില്ല. Without coming out he cannot be mediator. ആ പുറത്തു വന്നില്ല എങ്കിൽ തനിക്ക് മധ്യസ്ഥനാകുവാൻ സാധിക്കുകയില്ല. So God brought out a portion of himself to be his son. അതുകൊണ്ട് ദൈവം തന്റെ ഒരു ഭാഗത്തെ തന്റെ പുത്രനാകുവാൻ വേണ്ടി പുറത്തു കൊണ്ടുവന്നു. By that we don't mean that he did not exist before that. ഹലോ, അതിന്റെ ശ്രദ്ധിച്ചാട്ടെ, അതിന്റെ അർത്ഥം അതിനു മുൻപ് താൻ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അർത്ഥമാക്കുന്നില്ല. God the Father said, "Today I have begotten you." പിതാവായ ദൈവം പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. So there was a time God has begotten a son. അതുകൊണ്ട് ഒരു സമയമുണ്ട് ദൈവം തന്റെ പുത്രനെ ജനിപ്പിച്ച സമയം. But before that time of begetting, എന്നാൽ ആ ജനിപ്പിക്കലിന്റെ സമയത്തിനു മുൻപ് he still existed. അവൻ ഉണ്ടായിരുന്നു. Like I existed on April 4th. എങ്ങനെ ഞാൻ ഏപ്രിൽ 4-ാം തീയതി ഉണ്ടായിരുന്നതുപോലെ. So I existed in my mother's womb for 9 months. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 9 മാസക്കാലം ഉണ്ടായിരുന്നു. Jesus existed in God immeasurable time. Amen. യേശുവോ പിതാവായ ദൈവത്തിൽ എന്നേക്കുമുള്ള പൂർവകാല നിത്യത മുഴുവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. So that is the way he is the begotten Son of God and also the eternally coexistent person with God. അങ്ങനെയാണ് യേശുക്രിസ്തു ഏകജാതനായ പുത്രനായിരിക്കുമ്പോൾ തന്നെ പൂർവകാല നിത്യത മുഴുവൻ നിത്യ ദൈവവുമായിരിക്കുന്നത്. So God the Father had no beginning. അതുകൊണ്ട് പിതാവായ ദൈവത്തിന് ഒരു ആരംഭം ഉണ്ടായിരുന്നില്ല. God the Son had no beginning. പുത്രനായ ദൈവത്തിന് ഒരു ആരംഭം ഉണ്ടായിരുന്നില്ല. God the Holy Spirit had no beginning. പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഒരു ആരംഭം ഉണ്ടായിരുന്നില്ല. But they don't make 3 gods. അവർ 3 പേരും കൂടെ 3 ദൈവങ്ങളല്ല. They make 1 God. അവർ 3 പേരും കൂടെ ഏക ദൈവം. Now this is the only occasion I can tell you one more thing. ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു തരം കിട്ടിയത്. ഒരു കാര്യം കൂടെ പറയാം. There are certain cults who don't believe in the Holy Trinity. വിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കാത്ത കൾട്ടുകളുണ്ട്. William Branham followers, they don't believe in the Holy Trinity. വില്യം ബർഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്കറിയുമോ, താൻ ഈ ത്രിത്വം വിശ്വസിക്കുന്നില്ല. And there are some more cults of Christian denominations, they don't believe in the Holy Trinity. ഈ ത്രിത്വത്തിൽ വിശ്വസിക്കാത്ത ക്രൈസ്തവം എന്ന് അഭിമാനിക്കുന്ന കൾട്ടുകൾ വേറെയുമുണ്ട്. They simply ask the question, where the word Trinity is found in the Bible. അവർക്ക് ചോദിക്കാനുള്ള പ്രഥമമായ ചോദ്യം, ത്രിത്വം എന്നുള്ള വാക്ക് സഹോദര ബൈബിളിൽ എവിടെയാണുള്ളത്? I tell them, ഞാൻ അവരോട് പറയുന്നു, where the word Bible is written in the Bible. വേദപുസ്തകത്തിൽ ബൈബിൾ എന്നുള്ള പദം Why are you calling it the Bible? Why are you calling it the Bible? പിന്നെ എന്തുകൊണ്ടാണ് സഹോദര ഇതിനെ ബൈബിൾ എന്ന് വിളിക്കുന്നത്? Don't call it the Bible. അതിനെ ബൈബിൾ എന്ന് വിളിക്കരുത്. Certain things come into use, certain words come into usage. ചില പദങ്ങൾ നമ്മുടെ ഉപയോഗത്തിലേക്ക് കടന്നു വരുന്നു. As a matter of necessity. അത് ആവശ്യത്തിന്റെ ഭാഗമായി ആവശ്യമായി വരുന്നത് കൊണ്ട് അത് ഉപയോഗമായി വരുന്നു. The word Trinity is not written in the Bible. ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ലിഖിതമായിട്ടില്ല. But the truth of Trinity is written in the Bible. എന്നാൽ ത്രിത്വത്തിന്റെ സത്യം വളരെ ശക്തമായും ഈ പുസ്തകത്തിൽ ലിഖിതമായിരിക്കുന്നു. The word Trinity is not written in the Bible. Trinity എന്നുള്ള ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ലിഖിതമായിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല. If Trinity is written in the Bible, it would not be a mystery. ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഒരു മിസ്റ്ററി ആകുമായിരുന്നില്ല, അതൊരു മർമ്മമാകുമായിരുന്നില്ല. The divine Trinity is a mystery, so the word you don't find here. ദൈവികമായിരിക്കുന്ന ത്രിത്വം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. ഈ പദം നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. They ask me, അവർ എന്നോട് ചോദിക്കുന്നു, how can God be 3 persons and 1 person in the same time? എങ്ങനെയാണ് ദൈവം 3 ആയിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുന്നത് എന്നവർ എന്നോട് ചോദിക്കാറുണ്ട്. I am asking them back. ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്ന ചോദ്യം, how can a human being be 3 and 1 at the same time? ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, ഒരു പുരുഷൻ അഥവാ ഒരു സ്ത്രീ എങ്ങനെ 3 ആയിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുവാൻ സാധിക്കും? You know every human being is a trinity. നിങ്ങൾക്കറിയുമല്ലോ ഓരോ മനുഷ്യനും ഒരു ത്രിത്വമാണ്. We have got 3 parts in us. നമ്മളിൽ 3 ഭാഗങ്ങളുണ്ട്. There is a person, there is a body called as Ranjit Ophir.
ശരീരം രഞ്ജിത്ത് ഓഫീർ എന്ന പേരുള്ള നാമധേയമുള്ള ഒരു ശരീരമുണ്ട്. There is a spirit called by that name Ranjit Ophir. ആത്മാവ് ഉണ്ട്, അതിന്റെ പേരും രഞ്ജിത്ത് ഓഫീർ തന്നെയാണ്. And there is a soul also called Ranjit Ophir. ദേഹിയും ഉണ്ട്, അതിന്റെ പേരും രഞ്ജിത്ത് ഓഫീർ. So body, soul and spirit, three entities. അതുകൊണ്ട് ശരീരം, ദേഹി, ആത്മാവ്, മൂന്ന് ആസ്തിക്യങ്ങൾ. Together I am not three Ranjits but I am one Ranjit. എല്ലാം കൂടെ കൂട്ടി മൂന്ന് രഞ്ജിത്ത് ഉണ്ടോ അതോ ഒന്നാണോ? They say this is all cock and bull stories, you are fabricating things. ഇതെല്ലാം ചുമ്മാ കിഴവിക്കഥകൾ നിങ്ങൾ പറയുകയാണെന്നാണ് അവർ തിരിച്ചെന്നോട് പറയുന്നത്. That you cannot do away so easily with the doctrine of Trinity. ത്രിത്വത്തിന്റെ ഈ തത്വവുമായിട്ട് നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റിയതല്ല. If you believe the Bible, നിങ്ങൾ വേദപുസ്തകവുമായിട്ട് നിങ്ങൾ സന്ധിക്കുന്നുവെങ്കിൽ, if you have read the Bible, വേദപുസ്തകം നിങ്ങൾ വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, you know the story of rich man and Lazarus. ലാസറസിന്റെയും ധനവാന്റെയും സംഭവം നമുക്കറിയാം. You know the rich man died. അറിയാം. And rich man was buried. ധനവാൻ അടക്കപ്പെട്ടു. What did they bury? അവരെന്താണ് കുഴിച്ചിട്ടത്? What did they bury? ധനവാനെ കുഴിച്ചിട്ടു നമ്മൾ വായിക്കുന്നത് എന്താ? Rich man's body or rich man's spirit? ധനവാന്റെ ആത്മാവിനെയാണോ അടക്കം ചെയ്തത്, അത് ശരീരത്തെയാണോ? The Bible says, വേദപുസ്തകം പറയുന്നു, the Bible doesn't say rich man's body was buried. ഏത് മനുഷ്യന്റെ ശരീരമാണ് അടക്കപ്പെട്ടതെന്ന് വേദപുസ്തകം പറയുന്നില്ല. The Bible simply says rich man is buried. ധനവാൻ അടക്കപ്പെട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. After some time, കുറച്ച് സമയം കഴിയുമ്പോൾ, the rich man suffering in the tormenting hellfire, ധനവാൻ ആ മഹായാതന സ്ഥലത്ത് യാതന അനുഭവിക്കുന്നു എന്ന് വേദം, shouting, screaming for pain. അവൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. Somebody please come and quench my thirst. എന്റെ ഈ ദാഹം ഒന്ന് ശമിപ്പിക്കുവാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. Who is screaming there? ആരാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്? Who is shouting with pain there? വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് ആരാണ് അവിടെ? Rich man. ധനവാൻ. Who was buried? അവിടെ അടക്കം ചെയ്തത് ആരെയാ? Rich man. അതും ധനവാൻ. Rich man is buried. ധനവാൻ അടക്കപ്പെട്ടു. Rich man is thirsty. ധനവാൻ നിലവിളിക്കുന്നു, വേദനിക്കുന്നു. Rich man is buried. ധനവാൻ അടക്കപ്പെട്ടു. Rich man is shouting with pain. ധനവാൻ ഇവിടെ വേദന കൊണ്ട് പുളയുന്നു. How many rich men are there? എത്ര ധനവാന്മാരുണ്ട്? 2 rich men. രണ്ടെണ്ണം ഉണ്ടോ? You see at least 2 images. രണ്ട് സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ നമ്മൾ കാണുന്നു. Body here in the grave. ശരീരം ഇവിടെ മണ്ണിൽ അടക്കപ്പെട്ടിരിക്കുന്നു. But another image shouting with pain and thirst. മറ്റൊരു രൂപം വേദന കൊണ്ട് പുളഞ്ഞു നിലവിളിക്കുന്നു. Both of them make one rich man, not 3 rich men. രണ്ടും രണ്ട് ധനവാന്മാരല്ല, ഒറ്റ. One more also part is there. Soul also is a part of the spirit. നിലവിളിക്കുന്ന ആത്മാവാകുന്ന ധനവാന്റെ കൂട്ടത്തിൽ അവന്റെ ദേഹിയും ഉണ്ട്. So the body of rich man, അതുകൊണ്ട് ധനവാന്റെ ശരീരവും, the soul of rich man, ധനവാന്റെ ദേഹിയും, and the spirit of rich man, ധനവാന്റെ ആത്മാവും, they make one rich man. എല്ലാം കൂടെ മൂന്നും കൂടെ കൂട്ടിയാൽ ഒറ്റ ധനവാൻ. So if a human being can be 3 persons in one body, one image, one entity, അങ്ങനെ മനുഷ്യൻ ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളായിരിക്കുമ്പോൾ, how much more the creator can be 3 persons in one God? അങ്ങനെയെങ്കിൽ ഈ അത്യുന്നതനായ ദൈവം ഏകനായിരിക്കുമ്പോൾ എങ്ങനെ മൂന്നല്ലാതാകും? This is the reason God made Adam in his own image. ഇതാണ് ആദാമിനെ തന്റെ സ്വന്തം രൂപത്തിൽ ദൈവം ഉണ്ടാക്കുവാനുള്ള കാരണം. When God made fish, bird and animals, he did not make them in God's image. മത്സ്യങ്ങളെയും വായുവിൽ പറക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം Not in God's likeness. സൃഷ്ടിച്ചത്. They were not made in God's likeness. ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ല അവ സൃഷ്ടിക്കപ്പെട്ടത്. But only human beings are made in God's likeness. മാത്രമത്രേ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. Why? എന്തുകൊണ്ട്? A lion, elephant, dog, donkey or horse or hippopotamus never question what is my creator like. They never question. ഒരു പട്ടിയോ പൂച്ചയോ ഹിപ്പോപ്പൊട്ടാമസോ കുരങ്ങോ ഒന്നും എന്റെ സൃഷ്ടാവ്, ഹൗ ഇസ് മൈ ക്രിയേറ്റർ, എന്റെ സൃഷ്ടാവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. They never want to understand the creator. ആ സൃഷ്ടാവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഈ പറയപ്പെട്ട പാർട്ടികൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Only human being will question in future what my creator is like. മനുഷ്യൻ മാത്രമാണ് ഭാവിയിൽ ചോദിക്കാൻ പോകുന്നത്, എന്റെ സൃഷ്ടാവ് എങ്ങനെ ഇരിക്കുന്നു. When the man raises the question, മനുഷ്യൻ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ God made it easy for him to answer the question. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം അത് വളരെ എളുപ്പമുള്ളതാക്കി തീർത്തു ദൈവം. When the man asking God,
മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ, God, are you three or one? ദൈവത്തോട് മനുഷ്യൻ ചോദിക്കുകയാണ്, ദൈവമേ അങ്ങ് മൂന്നാണോ ഒന്നാണോ? God can directly answer him back, തിരിച്ച് ദൈവത്തിന് വ്യക്തമായ ഉത്തരം മനുഷ്യന് കൊടുക്കാൻ പറ്റും. My child, I am like you. എന്റെ മോനെ, ഞാൻ നിന്നെ പോലെയാ. You are 3 and 1 at the same time. നീ മൂന്നാണ്, അപ്പോൾ തന്നെ നീ ഒന്നാണ്. If you are 3 and 1, നീ മൂന്നായിരിക്കുമ്പോൾ ഒന്നായിരിക്കുന്നു. your maker, your creator, I am also 3 and 1. നിന്റെ സൃഷ്ടാവായ ഞാനും മൂന്നായിരിക്കുമ്പോൾ ഏകനാകുന്നു. So that is the reason God, who is the Trinity, made us also as a Trinities. അതുകൊണ്ടാണ് ത്രിത്വമായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന ദൈവം സൃഷ്ടികളായ മനുഷ്യരെയും സൃഷ്ടികളായി സൃഷ്ടിച്ചത്. ഒരു ഹല്ലേലൂയ പറയാമോ? So beyond the scope of doubt, അതുകൊണ്ട് എല്ലാവിധ സംശയങ്ങളുടെ നൂലാമാലകൾക്കപ്പുറം, beyond the scope of questioning, എല്ലാ ചോദ്യങ്ങളുടെയും അന്തർധാരകൾക്കപ്പുറം, we believe our Lord Jesus never had a beginning. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ആരംഭമില്ലായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. In the book of Isaiah, യെശയ്യാ പ്രവചനത്തിൽ 9th chapter, 9ാമത്തെ അധ്യായം 6th verse, 6ാമത്തെ വാക്യം, there are 5 titles given to Jesus. യേശു ക്രിസ്തുവിന് കൊടുക്കപ്പെട്ടിരിക്കുന്ന 3 പദവികളുണ്ട്, നാമധേയങ്ങളുണ്ട്. And one of the 5 titles is, one of the 5 titles is, അതിൽ ഒന്ന് a child is born unto us, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. the son is given unto us, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. his name will be the mighty God. അവന്റെ പേര് സർവശക്തനായ ദൈവം. And more wonderful, his name will be the eternal Father. അവന്റെ പേര് ഏറ്റവും മനോഹരമായിരിക്കുന്നു, നിത്യപിതാവ്. A child is born from Virgin Mary. ആ മറിയത്തിന് ഒരു കുഞ്ഞു ജനിക്കുന്നു. That child is the eternal Father. ആ കുഞ്ഞു തന്നെയാണ് നിത്യപിതാവ്. He is born today. അവൻ ഇന്ന് ജനിക്കുന്നു. He is born today. അവൻ ഇന്ന് ജനിച്ചു. How you can call him eternal? അവനെ എങ്ങനെ നിത്യൻ എന്ന് വിളിക്കും? As a matter of necessity, he took a human form. നിർബന്ധമായി വന്നതിനാൽ അവൻ മനുഷ്യരൂപമെടുത്തു. Before taking human form, he was still existing with Father. അവൻ മനുഷ്യരൂപമെടുക്കുന്നതിന് മുമ്പ് അവൻ നിത്യനായി പിതാവായ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. He was existing with Father as the Word of God. ദൈവത്തിന്റെ വചനമായി അവൻ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. Before he came out as the Word of God, അവൻ ദൈവത്തിന്റെ വചനമായി പുറത്തു വരുന്നതിന് മുൻപ് he still was in the being of God. അവൻ അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആസ്തിക്യത്തിൽ ഉണ്ടായിരുന്നു. So you go back in time. നമ്മൾ പൂർവ്വകാലങ്ങളിലേക്ക് പോകുമ്പോൾ, you go back 2000 years. 2000 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ പോകുമ്പോൾ, you see Jesus on the cross. യേശു ക്രിസ്തുവിനെ നമ്മൾ കാൽവരി ക്രൂശിൽ കാണുന്നു. And you go back 6000 years. 6000 വർഷങ്ങൾ വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ, you see Jesus making Adam from the dust of the ground. Jesus only making Adam from the dust of the ground. ആ ആദാമിനെ മണ്ണിൽ നിന്നും യേശു തന്നെ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. You go back in time. ഇനിയും പൂർവമായ സമയങ്ങളിലേക്ക് പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ, it was Jesus creating the whole universe. മുഴുവൻ പ്രപഞ്ചത്തെയും യേശു സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നു. You still go back in time. ഇനിയും പൂർവകാലങ്ങളിലേക്ക് നമ്മൾ പറന്നു പോകുമ്പോൾ, Jesus only made angels in heaven. ദൂതന്മാരെയും സ്വർഗ്ഗങ്ങളെയും ഉണ്ടാക്കിയതും ഈ യേശു തന്നെയാണ്. Still go back in time. ഇനിയും പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ, no earth, no heaven, no angels. ഭൂമിയില്ല, സ്വർഗ്ഗങ്ങളില്ല, ദൂതന്മാരില്ല. God all alone existing. ദൈവം മാത്രമായിരിക്കുന്ന സമയം. Even then Jesus is in the bosom of the Father. ഈ യേശുവും പിതാവിന്റെ മാർവിടത്തിൽ ഇരിക്കുകയാണ്. In the bosom of the Father, പിതാവിന്റെ മാർവിടത്തിൽ ഇരിക്കുന്ന he is the only begotten Son. അവനത്രേ ഏകജാതനായ പുത്രൻ. Still go back in time. ഇനിയും പൂർവകാലങ്ങളിലേക്ക് നമ്മൾ ഊളിയിടുമ്പോൾ, he is not in the bosom of the Father. അവൻ പിതാവിന്റെ മാർവിടത്തിലല്ല, he is inside God himself. അവൻ ദൈവത്തിൽ തന്നെയായിരിക്കുന്നു. You still go back in time. ഇനിയും പൂർവ്വ സമയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, there is never a time Jesus did not exist. യേശു ഇല്ലാതിരുന്ന ഒരു സമയമില്ല. He is the God whom we believe. നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണവൻ.
So our Lord is the supreme God, no doubt about it. നമ്മുടെ കർത്താവ് അത്യന്തികമായ സർവശക്തനായ ദൈവമാണ്. അതിനെക്കുറിച്ച് ഒരു കടുകിട സംശയം പോലുമില്ല. But while believing that Jesus never had a beginning, യേശുവിന് ഒരു ആരംഭമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ you must be able to accommodate Psalms 2:7, Hebrews 1:5 and Psalms 8:30. You see what I am doing that? I am accommodating other verses also there. Amen. Hallelujah. That is the way we interpret the Bible. അത് പറയുമ്പോൾ തന്നെ സാംസ് 2:7 മറുപടി കൊടുക്കണം. എബ്രായ ലേഖനം 1 പറയുന്ന വാക്യത്തിന് മറുപടി കൊടുക്കണം. അത് പറയുമ്പോൾ ഇതും പറഞ്ഞിട്ട് അത് തെളിയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. Hallelujah. While believing one truth, ഒരു സത്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ don't close your eyes to other verses. ഒരു കണ്ണടച്ച് മറ്റേ സത്യത്തിന് പൂട്ടി വയ്ക്കരുത്. If you see those verses also, ആ വാക്യങ്ങളും കൂടെ കണ്ടാൽ you will see this truth in a clearer way. ഈ സത്യം കൂടുതൽ സ്പഷ്ടമായിട്ട് കാണുവാൻ നമുക്ക് കഴിയും. You will be able to glorify God more. ആ ദൈവത്തെ നമുക്ക് അധികം മഹത്വപ്പെടുത്തുവാൻ പറ്റും. Praise the Lord. Hallelujah. Now I think that's one more question left. ഇത്രയും വിശദീകരിച്ചും ത്രിത്വത്തെക്കുറിച്ചും യേശുവിന്റെ ദൈവത്വത്തെയും പറഞ്ഞതിന് നന്ദി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ യേശുവിന്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിലാണ്. The next question is regarding the humanity of Jesus. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു മറിയയുടെ ഭ്രൂണം സ്വീകരിച്ചിട്ടില്ല, ബ്ലഡ് സ്വീകരിച്ചിട്ടില്ല, ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു ഇക്യുബേറ്ററിൽ വരുന്നത് പോലെ, ആ പദം ഉപയോഗിച്ചത് വരുന്നത് പോലെ യേശു വന്നു. അങ്ങനെയാണെങ്കിൽ യേശു മനുഷ്യനാകുന്നത് എങ്ങനെ? Jesus, as you said, did not receive anything from Mother Mary, either her blood or her whatever the Brunam genes. And the very word you used was he was as in an incubator in the womb of Mother Mary. Then the question arises, how can this Jesus be a human being? Now, the question is how Jesus can be a human. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ചോദ്യം യേശു എങ്ങനെ ഒരു മനുഷ്യൻ ആകും എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ. Yeah. These are two different questions. So you believe? Now I understand. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ വേറെ ചോദ്യത്തിലേക്ക് പോവാം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ if he did not receive human genes or human blood from Mary or Joseph, how he can be the son of man? ചോദ്യം ഇതാണ്, മറിയയിൽ നിന്നോ ജോസഫിൽ നിന്നോ ഭ്രൂണമോ അണ്ടമോ രക്തമോ ഒന്നും സ്വീകരിക്കാത്ത ഈ യേശു എങ്ങനെയാണ് ഒരു മനുഷ്യനായിരിക്കുന്നത്, മനുഷ്യപുത്രനായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. Now let us think about that question. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. You and me, we are all sinners by birth. നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ജന്മനാ പാപികളാണ്. King David says in 51st Psalm, 51ാമത്തെ സങ്കീർത്തനത്തിൽ രാജാവായിരിക്കുന്ന ദാവീദ്, in sin did my mother conceive me. എൻ്റെ അമ്മ പാപത്തിൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി. സങ്കീർത്തനം 50. In sin was I formed in my mother's womb. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പാപത്തിൽ ഞാൻ ഉരുവായി എന്നത്രേ അവിടെ പറഞ്ഞിട്ടുണ്ട്. 5th verse, 51st Psalm, 5th verse. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. In sin was I born, and in sin was did my mother conceive me. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. So this applies to all of us. ഇത് ദാവീദിന് മാത്രമല്ല നമുക്കും ബാധകമാണ്. When I was being formed in my mother's womb, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയത്ത് my father's genes and my mother's genes, എൻ്റെ അമ്മയുടെയും എൻ്റെ മാതാപിതാക്കന്മാരുടെ ഭ്രൂണവും അണ്ടവും, and in the bloodline, the lineage of my grandfathers, my parents, and Adam's and Eve's sin also was mixed up. വംശാവലി നോക്കിക്കഴിഞ്ഞാൽ പിൻപോട്ട് പോയി ആദാമിന്റെ പാപം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. So how did this happen? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? Because the blood came out of Adam and Eve into my mother and daddy.
കാരണം എൻ്റെ അപ്പനിലേക്കും എൻ്റെ അമ്മയിലേക്കും ആദാമിലുള്ള പാപരക്തം പ്രവേശിച്ചു. Because of the blood of Adam, all the human race is sinful. ആദാമ്യ രക്തം നിമിത്തമാണ് മുഴുവൻ മാനവരാശിയും പാപത്തിൽ ആയത്. So it is essential that our Savior must be holy. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്തു വരണം? നമ്മുടെ രക്ഷകൻ വിശുദ്ധനായിരിക്കണം. If our Savior will be born just like any one of us, he will also have Adam's sin and Eve's sin. നമ്മളിൽ ഒരുവനെ പോലെയാണ് നമ്മുടെ യേശു രക്ഷകനും ജനിച്ചിരുന്നതെങ്കിൽ ആ യേശുവിലും പാപരക്തം ഉണ്ടാകുമായിരുന്നു. So if he has Adam's blood and Eve's blood, then he would need a savior for himself. He cannot save us. ആദാമിന്റെയും ഹവ്വയുടെയും രക്തം നമ്മുടെ യേശു കർത്താവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ യേശുവിന് നമ്മെ പോലെ ഒരു രക്ഷകനെ ആവശ്യമായി വരുമായിരുന്നു. So God created a new embryo. We are asking, how can she conceive? അതുകൊണ്ട് ദൈവം ഒരു പുതിയ അണ്ഡം സൃഷ്ടിച്ചു. നമ്മൾ ചോദിക്കുന്നു, എങ്ങനെ? How she can conceive? How can Mary conceive? എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഈ മേരിയുടെ ഉദരത്തിൽ, മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. How she can become pregnant? എങ്ങനെയാണ് തനിക്ക് ഗർഭവതിയാകുവാൻ കഴിയുന്നത്? When God spoke out, ദൈവം സംസാരിച്ചപ്പോൾ, let there be light, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ there was light. വെളിച്ചമുണ്ടായി. Let there be heaven and earth. സ്വർഗ്ഗങ്ങളും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ they simply came into existence. അങ്ങനെ തന്നെ സംഭവിച്ചു. Let there be animals and birds and fish. ആകാശത്തിൽ പറക്കുവാൻ പറവകളും വെള്ളത്തിൽ നിന്നുന്ന മത്സ്യങ്ങളും ഭൂമിയിൽ ചരിക്കുന്ന മൃഗങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. They suddenly came into existence. സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടു. God has said, ദൈവം പറഞ്ഞു, let there be a fresh embryo in Mary's womb. മറിയത്തിന്റെ ഉദരത്തിൽ ഒരു പുതിയ ഭ്രൂണം. Let there be a supernaturally built up new ovum in mother's womb and Mary's womb. മറിയത്തിന്റെ ഉദരത്തിൽ അഭൗമികമായ അസാധാരണമായ ഒരു ഭ്രൂണം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. That egg of Mary, മറിയത്തിന്റെ അണ്ഡവും, carries the blood of Adam and Eve. ആ മറിയത്തിൻ്റെതായ എഗ് അണ്ഡമല്ലേ, അണ്ഡത്തിൽ ആദാമിന്റെയും ഹവ്വയുടെയും രക്തമുണ്ട്. If God uses that embryo, that ovum of Mary, ആ മറിയത്തിന്റെ അണ്ഡമാണ് ദൈവം ഉപയോഗിച്ചിരുന്നതെങ്കിൽ, that way Adam and Eve's nature will come into Jesus. ആ വഴിയിലൂടെ ആദാമ്യ സ്വഭാവം യേശുവിലേക്കും വരുമായിരുന്നു. I showed you one more verse in Acts 20th chapter 28th verse. അപ്പോസ്തലപ്രവൃത്തി 20:28 ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിച്ചു. God purchased the church with his own blood. സഭയെ തന്റെ രക്തം കൊണ്ട് ദൈവം വിലയ്ക്ക് വാങ്ങി. God's own blood? ദൈവത്തിന്റെ സ്വന്തം രക്തം. That was not human blood. അത് മനുഷ്യ രക്തമല്ല. That has God's life in it. That blood had God's life. ആ ദൈവിക രക്തത്തിന്റെ അകത്ത് ദൈവിക ജീവനുണ്ട്. This is our requirement. ഇത് നമ്മുടെ ആവശ്യമാണ്. Yeah, without such supernatural divine blood, Jesus cannot forgive our sins. ആ അഭൗമികമായ സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന രക്തമില്ലാതെ യേശുവിനെ നമ്മുടെ പാപം ക്ഷമിക്കുക അസാധ്യം. Because God wanted to avoid Adam's blood flowing into the Savior, രക്ഷകന്റെ ഉള്ളിലേക്ക് ആദാമ്യ രക്തം ഒഴുകുന്നത് തടയേണ്ടുന്നതിന് വേണ്ടി പിതാവായ ദൈവം, he wanted to have a human being without Adam's blood and Eve's blood. ആദാമിന്റെയും ഹവ്വയുടെയും രക്തമില്ലാത്ത ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. So God created a new embryo, an ovum, and fertilized it and put into Mary's womb. അതുകൊണ്ട് ദൈവം ഒരു പുതിയ ഭ്രൂണത്തെ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാക്കി. Now the technical questions arise. അപ്പോൾ സാങ്കേതികമായ ചില ചോദ്യങ്ങൾ പൊങ്ങി വരുന്നു. 9 months the body of Jesus was there in mother's womb. യേശു ക്രിസ്തുവിന്റെ ഉരുവാക്കപ്പെട്ട ആ ശരീരം 9 മാസക്കാലം അമ്മയുടെ ഉദരത്തിലായിരുന്നുവല്ലോ. So naturally Mary's blood has come into Jesus. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാസ്റ്ററേ മറിയത്തിന്റെ രക്തം യേശുവിലേക്ക് വന്നില്ലയോ? 9 months he was a part of Mary's body. 9 മാസക്കാലം ആ മറിയത്തിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലായിരുന്നോ യേശു? So how can you say Jesus did not have Mary's blood? അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറിയത്തിന്റെ രക്തം യേശുവിൽ ഇല്ലായിരുന്നു എന്ന് താങ്കൾ പറയുന്നത്? And he sucked the
milk of Mary. മറിയത്തിന്റെ പാലല്ലയോ ഈ യേശു കുടിച്ചത്? And in a woman's body the blood only becomes milk. മറിയത്തിന്റെ ഒരു സ്ത്രീയുടെ മുലപ്പാലായി വരുന്നത് അത് രക്തത്തിൽ നിന്നും തന്നെയാണല്ലോ വരുന്നത്. So when Jesus was sucking the breast milk of Mary, അതുകൊണ്ട് മറിയത്തിന്റെ മുലപ്പാൽ കുടിച്ച യേശു, again the blood of Mary flown into Jesus. അങ്ങനെയും മറിയത്തിന്റെ രക്തത്തിന്റെ അംശങ്ങൾ യേശുവിന്റെ ഉള്ളിലേക്ക് കടന്നില്ലയോ പാസ്റ്റർ? 9 months in Mary's womb, 9 മാസം മറിയത്തിന്റെ ഉദരത്തിൽ, surrounded by the blood of Mary, മറിയത്തിന്റെ രക്തത്താൽ ആവരണം ചെയ്യപ്പെട്ടു, and drinking the milk of Mary. അതിനുശേഷം മറിയത്തിന്റെ പാല് കുടിച്ച്, how he can do away from Mary's nature and character as human being? അങ്ങനെയെങ്കിൽ മനുഷ്യത്വമുള്ള മറിയത്തിന്റെ സ്വഭാവത്തിൽ നിന്നും ആ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തനായി യേശുവിന് എങ്ങനെയായിരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. This is such a difficult question on the surface apparently. പ്രത്യക്ഷമായി നമുക്ക് ഇത് വളരെ സങ്കീർണവും സങ്കീർണമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. But the answer is very simple and even funny also. എന്നാൽ ഉത്തരം വളരെ ലളിതവും മനോഹരവും രസാവഹവും. In this world now, ഈ ലോകത്തിൽ ഇപ്പോൾ there are certain couple who can never conceive, never get a child. ഒരിക്കലും ഗർഭവതിയാകുവാൻ സാധ്യതയില്ലാത്ത ചില അമ്മമാരുണ്ട്, ചില കുടുംബങ്ങളുണ്ട്. The woman is barren, she can never have a child. ആ സ്ത്രീ മച്ചിയായിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഒരിക്കലും ഗർഭവതിയാകുവാനുള്ള സാധ്യതയില്ല. The man also has zero sperm count, he can never become a father. ആ പുരുഷനാണെങ്കിൽ 0 sperm count ആണ്, ബീജമില്ലാത്തത് കൊണ്ട് അവൻ ഒരിക്കലും ഒരു പുരുഷനാകുവാനും സാധിക്കുകയില്ല. And you know there is something called test tube baby. നിങ്ങൾക്കറിയാമല്ലോ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. You heard that? കേട്ടിട്ടുണ്ടോ? What is a test tube baby? എന്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു? One healthy woman contributes her ovum. ഒരു ആരോഗ്യവതിയായ സ്ത്രീ തന്റെ അണ്ഡം ദാനം ചെയ്യുന്നു. And the doctor will take the sperm of some other healthy man. ഏതോ ഒരു ആരോഗ്യമുള്ള പുരുഷന്റെ ബീജം ഡോക്ടർ എടുക്കുന്നു. We don't know who that woman is, who that man is. ആ സ്ത്രീ ആരാണെന്നും ആ പുരുഷൻ ആരാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. If you know, then it may lead to some legal issues also. അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്, കോടതിയിൽ കേസാകാൻ സാധ്യതയുണ്ട്. It is kept a secret. അതുകൊണ്ട് അത് പരമരഹസ്യമായി വെച്ചിരിക്കുകയാണ്. Who is the woman contributing the egg? Nobody knows. അണ്ഡം കൊടുത്ത സ്ത്രീയാണ് ആരാണ് ആർക്കും അറിഞ്ഞുകൂടാ. Who is the man contributing the sperm? Nobody knows. ബീജം ദാനമായി കൊടുത്ത പുരുഷൻ ആരാണ് ആർക്കും അറിഞ്ഞുകൂടാ. In the laboratoryയിൽ this ovum and the sperm are put together, they are artificially made to fertilize. ആ അണ്ഡവും ബീജവും ലബോറട്ടറിയിൽ ചില പ്രത്യേക പ്രക്രിയകളിലൂടെ കടത്തിവിടുമ്പോൾ ഒരു ഭ്രൂണം ഉണ്ടാകുന്നു. And this fertilized egg is put into the barren woman. ഈ ഭ്രൂണത്തെ മച്ചിയായിരിക്കുന്ന സ്ത്രീയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുന്നു. And she is suddenly pregnant. അവൾ പെട്ടെന്ന് ഗർഭവതിയായി മാറുന്നു. The egg is not her own. അണ്ഡം അവളുടെ സ്വന്തമല്ല. The sperm is not of the husband. ബീജം അവളുടെ ഭർത്താവിന്റേതല്ല. But she is pregnant. എന്നാൽ അവൾ ഗർഭിണിയാണ്. She doesn't know who contributed. ആരാണ് സംഭാവന ചെയ്തതെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. But she is pregnant. ഒരു കാര്യം അവൾക്കറിയാം, it will take exactly 9 months. 9 മാസം കൃത്യം കഴിയുമ്പോൾ, after 9 months, 9 മാസം കഴിയുമ്പോൾ she will have labor pains. അവൾക്ക് പ്രസവ വേദന തുടങ്ങും. Just like any woman, she will give birth to a child. സാധാരണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ പ്രസവ വേദന തുടങ്ങി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. After the child is born, ആ ശിശു ജനിച്ചതിന് ശേഷം test the DNA of the child. ആ കുഞ്ഞിന്റെ DNA ഒന്ന് പരിശോധിച്ച് നോക്കുക. Test the genetic DNA of the child. ആ കുഞ്ഞിന്റെ DNA ഒന്ന് പരിശോധിച്ച് നോക്കുക. This woman's DNA is missing in the child. ആ കുഞ്ഞിൽ ഈ സ്ത്രീയുടെ DNA ഉണ്ടായിരിക്കുകയില്ല. The baby doesn't carry the DNA of the mother. ആ DNA അമ്മയുടെ DNA ആ കുഞ്ഞിന്റെ അകത്തില്ലേ ഇല്ല. That is the technical answer to the birth of Jesus. എന്റെ യേശുവിന്റെ ജന്മത്തെ ചോദ്യം ചെയ്യുന്ന ബുദ്ധിരാക്ഷസന്മാരോടുള്ള എന്റെ സാങ്കേതികമായ മറുപടി അതാണ്. If the test tube baby doesn't have the DNA of the mother, ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് അമ്മയുടെ DNA ഇല്ലായെങ്കിൽ, how can Jesus have the DNA of Mary? അങ്ങനെയെങ്കിൽ എന്റെ യേശുവിന് എങ്ങനെ അമ്മ മറിയത്തിന്റെ DNA ഉണ്ടാകും? God is the first genetic engineer.
ദൈവമത്രേ ആദ്യത്തെ ജനറ്റിക് എഞ്ചിനീയർ. ഹല്ലേലൂയ. Now the second question. രണ്ടാമത്തെ ചോദ്യം. He sucked the breast milk of Mary. ഈ മറിയത്തിന്റെ മുലപ്പാലല്ലയോ യേശു കുടിച്ചത്? Then Mary's blood has gone into Jesus. അങ്ങനെയെങ്കിൽ മറിയത്തിന്റെ രക്തത്തിന്റെ സ്വാധീനം ഉണ്ണിയേശുവിൽ ഉണ്ടാകുകയില്ലയോ? Even if Jesus had sucked the milk, breast milk of Mary, ഈ ഉണ്ണിയേശു അമ്മയുടെ മറിയത്തിന്റെ മുലപ്പാൽ കുടിച്ചിരുന്നു എങ്കിൽ പോലും എങ്കിൽ തന്നെയും Jesus still doesn't have the genes of Mary. മറിയത്തിന്റെ അണ്ഡം യേശുവിൽ ഇല്ല. Just because കാരണം we drink the cow milk, നമ്മൾ പശുപ്പാൽ കുടിക്കുന്നു. പശുപ്പാല് we don't have the genes of cow. എന്നിട്ട് പശുവിന്റെ സ്വഭാവമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? You can drink the donkey milk also. കഴുതപ്പാലം വേണേ കുടിക്കാം. So you don't get the donkey genes. അങ്ങനെയെങ്കിൽ നാളെ കഴുതകളായി പുറപ്പെടുമോ? Whatever goes from the mouth, വായിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെയും only enters into digestive system. അത് അകത്ത് പ്രവേശിച്ചിട്ട് and you take the vitamins. അത് നിങ്ങൾ അതിന്റെ വിറ്റാമിനുകൾ വലിച്ചെടുത്തിട്ട് the vitamins are absorbed by the body. ശരീരം വൈറ്റമിൻസ് സ്വീകരിക്കുന്നു. The wastage is gone in the stool, in the excretion. അവശിഷ്ടം പുറത്തു പോകുന്നു. But they don't enter into the genes. They don't enter into your genes. അതൊന്നും ജീൻസിന്റെ അകത്ത് കടന്നാരെങ്കിലും ഇരിക്കുന്നുണ്ടോ? If you want, you can drink donkey milk, horse milk, buffalo milk, cow milk, and even pig milk also. Pig milk, you want, you can. If you want. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, പാലക്കാട്ടുകാരെ, പശുപ്പാൽ കുടിക്കണം, കഴുതപ്പാൽ കുടിക്കണം, ആനപ്പാൽ കുടിക്കണം, പന്നിപ്പാൽ വേണേലും കുടിച്ചു. But none of these genes will come into you. എന്നാൽ നാളെ പന്നികളായിട്ട് ഇവിടെ വന്ന് ആരും കൈകൊട്ടുകയില്ല. Just like the cow's genes don't come into us, പശുവിന്റെ ജീൻ നമ്മുടെ അകത്ത് പ്രവേശിക്കാത്തതുപോലെ Mary's genes also did not go into Jesus. മറിയത്തിന്റെ അണ്ഡം യേശുവിന്റെ അകത്ത് കടന്നില്ല. That is the reason അതുകൊണ്ടത്രേ the blood that Jesus shed on the cross യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം is God's own blood. ദൈവത്തിന്റെ സ്വന്തം രക്തമാണ്. That blood has the incorruptible life of God. അത് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ആ കെടാത്ത ബീജത്താലാണ്. That is why Jesus' blood is sufficient for all our sins. അതുകൊണ്ടത്രേ യേശുവിന്റെ രക്തം സകല പാപവും പോക്കുവാൻ മതിയായ രക്തമായി. Let millions and billions and trillions of sinners be committing trillions of sins. One drop of blood of Jesus is sufficient for all that. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോടാനുകോടിക്കണക്കിന് പാപികളുടെ ഏത് പാപവും പരിഹരിക്കുവാൻ ഈ യേശുവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളി മതി. This is why Jesus is said to be standing apart from sinners. അതുകൊണ്ടാണ് യേശുവിനെ പാപികളിൽ നിന്നും വേർപെട്ടവൻ എന്ന വചനം പറയുന്നത്. Jesus is holy. യേശു പരിശുദ്ധനാണ്. He is unique. അവൻ യുണീക്ക് ആണ്. അവൻ thank you. അവൻ അതുല്യനാണ്. Thank you pastor. No one else is equal to Jesus. അവനെ പോലെ വേറൊരുവനുമില്ല. His greatness cannot be imagined. അവന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനകൾക്ക് അപ്പുറമാണ്. It's our luck, our good fortune that we have him as our shepherd. നമ്മുടെ ഇടയനായി അവനെ ലഭിച്ചതെത്ര ഭാഗ്യകരമായ അവസ്ഥ. And he is going to be our husband for all eternity. Husband. നിത്യ മണവാളനായി നമുക്ക് വേണ്ടി അവനായിരിക്കുവാൻ പോകുന്നു. We are going to be his wife for all eternity. നിത്യത മുഴുവൻ അവന്റെ മണവാട്ടിയാകുവാനുള്ള വിളിയാണ് നമ്മുടെ മേലുള്ളത്. It's amazing. അത് വളരെ അത്ഭുതാവഹമായ സത്യം. It is too wonderful for me. ഇതെനിക്ക് അപാരം അത്ഭുതാവഹം. Isaiah 9:6 tells us യെശയ്യാവ് 9:6 പറയുന്നു, his name is wonderful. അവന്റെ പേര് അത്ഭുതമന്ത്രി. His name is wonderful അത്ഭുതമന്ത്രി. because he did many miracles. അവൻ അത്ഭുതം അനേകം ചെയ്തു. For a child is born unto us, the son is given unto us, his name shall be wonderful. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. Why is Jesus wonderful? എന്തുകൊണ്ടാണ് യേശു അത്ഭുതം?
Not only wonderful because he walked on the waters. Not just because he brought Lazarus back to life. Not because he healed the lepers and other sick people. His birth is wonderful. His love for us is wonderful. And when he makes us his wife for all eternity, it's more wonderful. I always wonder, why should Jesus love us? Even the most brilliant, intelligent brain in this world fails to understand the love of Christ. So that is what the truth of our Lord Jesus Christ. So he is a human being because God created a human embryo, human like test tube. God made it. That was necessary. Otherwise, he will have Adam's blood. അതുകൊണ്ടൊരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ എന്നതുപോലെ ഒരു മനുഷ്യ ഭ്രൂണമായി മറിയത്തിന്റെ യാതൊരു വിധമായിരിക്കുന്ന ബന്ധവുമില്ലാതെ അത് ആവശ്യമായിരുന്നത് കൊണ്ടാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. Tell me the answer to this question. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാട്ടെ. Can we be cleansed by a blood in which Adam has a minimum contribution? ആദാമിന്റെ അല്പമെങ്കിലും സംഭാവനയുള്ള രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ഉത്തരം പറയണം. Not possible. സാധ്യമല്ല. So that is essential for God to make a blood without the contribution of Adam and Eve. അതുകൊണ്ടാണത്രേ ആദാമിന്റെയും ഹവ്വയുടെയും സംഭാവനയില്ലാത്ത ദാനമില്ലാത്ത യാതൊരു ഭാഗധേയത്വവും ഇല്ലാത്ത ഒരു രക്തം കൊണ്ട് യേശു ഉരുവാകേണ്ടി വന്നതിന്റെ നിർബന്ധമതാണ്. So this is how God achieved it. അത് ഇങ്ങനെയാണ് ദൈവം അതൊക്കെയും സാധ്യമാക്കി തീർത്തത്. He implemented the first test tube baby technology. ടെസ്റ്റ് ട്യൂബ് ബേബി എന്നുള്ള സാങ്കേതികത്വത്തിന്റെ ഉപജ്ഞാതാവും He is the creator, you know. അവൻ സൃഷ്ടാവത്രേ. He can do anything. അവൻ എല്ലാം അറിയാം. അവൻ സകലവും സൃഷ്ടിക്കും. He created a female egg ovum and male sperm. He joined together, made a fertilized ovum and planted in the womb of Mary. ഒരു സ്ത്രീയുടെ അണ്ടവും ഒരു പുരുഷന്റെ ബീജവും തമ്മിൽ സംയോജിപ്പിച്ച ഒരു ഭ്രൂണമുണ്ടാക്കി മറിയത്തിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. Even today, surrogate, we call them surrogate mothers. We call the barren lady becoming pregnant. Yeah. And that lady is called surrogate mother. അത് മച്ചിയായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അങ്ങനെ ഉരുവാകുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ ഒരു പ്രത്യേക പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. So that surrogate mother, surrogate father, they don't have the continuation of genes. അവിടെ ആ അമ്മയിൽ നിന്നോ പിതാവിൽ നിന്നോ ഉള്ള ജീൻസിന്റെ അണ്ടത്തിന്റെയുമായ തുടർമാനമായിരിക്കുന്ന ഒരു ബന്ധം അവിടെ നമ്മൾ കാണുന്നില്ല. So that is how our Lord is the most special person in the whole universe. അതുകൊണ്ടാണ് നമ്മുടെ യേശു പ്രപഞ്ചത്തിൽ മുഴുവൻ ഇത്രത്തോളം വ്യത്യസ്തനും പ്രത്യേകതകളും അതുല്യനുമായിരിക്കുന്ന ദൈവമായിരിക്കുന്നത്. Now I think we are going to close this conference by 5 o'clock. 5 മണിക്കാണ് നമ്മൾ പര്യവസാനിപ്പിക്കേണ്ടത്. It's okay. 5 o'clock or 5 minutes that way or this way should not matter. 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് കൊണ്ട് വിഷമമില്ലല്ലോ. Because we have been in a different subject. Like we did in the morning, one song of worship, then we go into the main subject. Anybody, please. Will you volunteer to lead the congregation? Anybody, please. Yeah, brother, please come. Please come.